എന്റെ കംപ്ലീറ്റ് ആക്നെ ജേണിയെ പറ്റിയിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഐസോട്രെറ്റിനോൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുള്ള എന്റെ കംപ്ലീറ്റ് റിവ്യൂ ആയിരിക്കും. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഏകദേശം എനിക്ക് 3-4 വർഷത്തോളം ഈ ആക്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്റെ ആക്നെ ഈ സ്ഥിതിയിൽ നിന്നിട്ട് ഈ സ്റ്റേജിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഐസോട്രെറ്റിനോൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഞാൻ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തത്, ഞാൻ എന്തൊക്കെ ടൈപ്പ് കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ചാനൽ ഓൾറെഡി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് നാള് ഈ ആക്നെയും കൊണ്ട് നടന്ന് ഇത് മൈൻഡ് ചെയ്യാതെ നടന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ബുദ്ധിമുട്ടായ സമയത്താണ് ഞാൻ ആദ്യം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത്. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ഞാൻ പോയിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കിങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റിന് ശേഷമാണ് ഈ മരുന്ന് തരുന്നത്. ആദ്യം ഒരു ബ്ലഡ് ടെസ്റ്റിന് ഇത് പറഞ്ഞായിരുന്നു. ഞാൻ ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ടും കൊണ്ട് ചെന്നപ്പോഴാണ് എനിക്ക് മെഡിസിൻ തന്നത്. അങ്ങനെ എല്ലാവർക്കും തരത്തില്ല, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ മെഡിസിന്റെ കാര്യത്തിൽ. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. സോ ഈ മെഡിസിൻ പുറത്ത് വാങ്ങാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ആക്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ ഈ മെഡിസിൻ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഐസോട്രെറ്റിനോൻ ടാബ്ലറ്റ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതെനിക്ക് കിട്ടിയ 20 mg ടാബ്ലറ്റ് ആയിരുന്നു. പലർക്കും അവരുടെ അപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് പല മെഡിസിനും അതായത് പല അളവിലും കൊടുക്കുന്നുണ്ട്. എനിക്ക് 20 mg ആയിരുന്നു. ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് കഴിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് 20, 30, 40 ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് തരും, അതിനനുസരിച്ചുള്ളത് ഡോക്ടർ എഴുതി തരും. സോ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ടാബ്ലറ്റിന് ശേഷം എനിക്ക് വന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ടാബ്ലറ്റിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിന്റെ റിവ്യൂ നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏതൊക്കെ സൈഡ് എഫക്ട്സ് ആണ് എനിക്ക് ഉണ്ടായത്, ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചെന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്കിന്ന് ഡ്രൈ ആവും, അത് ഷുവർ ആണ്. കാര്യം ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിനെ സ്റ്റോപ്പ് ചെയ്യും, സെബം പ്രൊഡക്ഷൻ നിർത്തും. അങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, അങ്ങനെയാണ് ഇത് ആക്നെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും. അത് ഉറപ്പായിട്ട് ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് ആണ്. ഈ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള മെയിൻ കാര്യം, നമ്മൾ ഉറപ്പായിട്ടും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ ഏത് മോയ്സ്ചറൈസറാണ് ഉപയോഗിച്ചത്, ഞാൻ യൂസ് ചെയ്തത് ഒരു ഓയിലി സ്കിന്നിന് പെർഫെക്റ്റ് ഉള്ള മോയ്സ്ചറൈസർ ആയിരുന്നു. അത് ഏതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യമായിട്ട് ഈ മോയ്സ്ചറൈസർ കമ്പൾസറി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. മോയ്സ്ചറൈസർ ഈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സാധനം സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ കമ്പൾസറി ആയിട്ട് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. കാര്യം നമ്മുടെ സ്കിന്ന് ഈ ടാബ്ലറ്റിന് ശേഷം നന്നായിട്ട് സെൻസിറ്റീവ് ആവാനായിട്ട് തുടങ്ങും. സോ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ടാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഉറപ്പായിട്ടും വെയിലുള്ള സമയത്ത് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഒരിക്കലും അതിൽ മടി കാണിക്കരുത്, സൺസ്ക്രീൻ ഉറപ്പായിട്ട് ഉപയോഗിക്കണം. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലിപ് ബാം ആണ്. സ്കിന്ന് ഡ്രൈ ആവുന്ന കൂട്ടത്തിൽ ലിപ്പ് നന്നായിട്ട് ഡ്രൈ ആവും, ഉറപ്പായിട്ട് നല്ല രീതിക്ക് ഡ്രൈ ആവും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഡ്രൈ ആവും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് രാവിലെ എണീക്കുന്ന സമയത്തൊക്കെയാണ്. സോ ഉറപ്പായിട്ട് ലിപ് ബാം യൂസ് ചെയ്യുക. രാവിലെ രാത്രി അങ്ങനെയല്ല, നിങ്ങൾ ലിപ്പ് എപ്പോൾ ഡ്രൈ ആവും അപ്പോഴൊക്കെ ഈ ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. മെയിനായിട്ട് ഈ 3 സംഭവങ്ങളാണ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. ഒന്ന് സ്കിന്ന് ഡ്രൈ ആവും, പിന്നെ ഈ ടാനിങ്ങിന്റെ വിഷയം, മൂന്നാമത്തത് ലിപ്പ് ഡ്രൈ. ഈ ടാനിങ് എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സ് ആയിട്ടല്ല പറയുന്നത്, ഇത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അല്ലെങ്കിലും എപ്പോഴും സൺസ്ക്രീന് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ബിക്കോസ് ഈ ആക്നെയുടെയും പിമ്പിൾസിൻ്റെയൊക്കെ മാർക്ക് ടാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഇതായിട്ട് മാറും. അത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഇതാണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടായത്. പിന്നെ ഇതിൽ പറയുന്ന ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒന്നും സൈഡ് എഫക്ട്സ് ഉണ്ടാവാനും പോകുന്നില്ല. ഞാനിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ സൈഡ് എഫക്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, സ്കിന്ന് ഡ്രൈ ആവും, പിന്നെ സ്കാൽപ്പ് ചെറുതായിട്ട് ഡ്രൈ ആവും, മുടി കൊഴിച്ചിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല, എനിക്ക് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സേ ഉണ്ടാവുള്ളൂ. ഇനി പറയാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു 4 month to 6 month ആണ് ഇതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, മിനിമം ഒരു കോഴ്സ് വരുന്നത്. ഈ ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടൂല. സോ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 1 month ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ആക്നെയും പിമ്പിളും കൂടാനായിട്ട് തുടങ്ങും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറയുന്നതിന് മുമ്പായിട്ടൊന്ന് കൂടുന്നതാണ്. അതിൽ കാര്യമാക്കണ്ട. പലരും ഈ സിറ്റുവേഷൻ എത്തുമ്പോൾ നിർത്തി പോകുന്നുണ്ട്, പക്ഷെ അങ്ങനെ നിർത്താൻ പോകരുത്. ഇത് ജസ്റ്റ് കൂടുന്നതാണ്. ഒന്ന് കൂടിയിട്ട് കുറവില്ല. എനിക്ക് ആദ്യത്തെ ഒരു മാസം നന്നായിട്ട് കൂടിയായിരുന്നു. അത് 2ാമത്തെ മാസം തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് വീക്ക് വരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട്
കഴിച്ചതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി തുടങ്ങിയത്. സോ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കൂടുന്നുണ്ടോ എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂ ചെയ്ത് പോവുക, കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. ജസ്റ്റ് ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഇത്രയും നാൾ ഈ ആക്കനെയും പിമ്പിളും കൊണ്ട് അനുഭവിച്ച പെയിൻ ഒരു 6 മന്തും കൂടി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മന്തും കൂടി അനുഭവിച്ചു കഴിഞ്ഞാൽ ഇത് പെർമനന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. ബിലീവ് മീ, ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ലോകത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആക്കിനെ ട്രീറ്റ്മെന്റ്, അതായത് ബെസ്റ്റ് ആക്കിനെ മെഡിസിൻ ആണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, 100% റിസൾട്ട് കിട്ടും. ഞാൻ പറയുന്ന ഇങ്ങനത്തെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഓക്കെ, ഡെയിലി മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. നമ്മുടെ സ്കിന്നിന് ഹെൽത്തിനൊക്കെ വെള്ളം ഇമ്പോർട്ടന്റ് ആണ്. സോ 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ആക്നെ ജേർണിയിൽ ഞാനിപ്പോൾ 4 വർഷമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പല പല മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിലൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കിയിട്ട് ആരുടെയെങ്കിലും സ്കിൻ കെയർ റൊട്ടീനും പ്രോഡക്ട്സും ഡയറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആക്കിനെ പോകണമെന്നില്ല, പിമ്പിൾ പോകണമെന്നില്ല. കാര്യം എല്ലാവരുടേതും ആക്കിനെയും പിമ്പിളും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവരുടെ സ്കിൻ ടൈപ്പും ഒരുപോലെ ആവണമെന്നില്ല. സോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക. കാണിച്ചിട്ട് മാത്രമേ അത് ട്രീറ്റ് ചെയ്യാൻ നിൽക്കാവുള്ളൂ. അല്ലാണ്ട് ഹോം റെമഡീസോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്തിട്ട് പോകണമെന്നില്ല. ചിലർക്കൊക്കെ പോകുമായിരിക്കും, പക്ഷെ എല്ലാവരുടെയും ആക്കിനെ ഒരുപോലെ ആവണമെന്നില്ല. സോ ഇത്രയാണ് എൻ്റെ ഒരു ഐസോട്രെറ്റിനോയിൻ ജേർണി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യങ്ങളും എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് എന്താണ്, എൻ്റെ കൂടുതൽ ആക്നെ ജേർണിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ മസ്റ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ആക്നെ ഉള്ള കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഐസോട്രെറ്റിനോയിൻ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഡൗട്ടുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Goodbye.